ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ ഫിഷ് ഡ്രൈ റോസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, ഈ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വാളംപുളിയാണ്. പിന്നെ വേണ്ടത് കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ വന്നില്ലല്ലോ, വരും. തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ കല്ല് പോലായിപ്പോയി. മെൽറ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. ഓ നോ, അക്രമം. ഓക്കെ, അപ്പോൾ ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി തുടങ്ങി. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ടു. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം വേണം. അതായത് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് കഴിക്കണേ. അതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് അനുസരിച്ച് മുളക് പൊടി. ഞാൻ ഒരുപാട് മുളക് പൊടി ആഡ് ചെയ്യാറില്ല. പിന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ തീയിൽ നിന്ന് മാറ്റി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി, കരിയാണ്ട് നോക്കണം. അതൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് വാളംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പുളി ഉണ്ടോ എന്ന് നോക്കാം. പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടെ പുളി കലക്കി ഒഴിക്കുക ഇപ്പം തന്നെ. കാരണം പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുളിയുടെ ടേസ്റ്റ് മാറി കിട്ടില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. പുളിയുടെ ഒരു പച്ചമണമൊക്കെ മാറി വരണം. ഉപ്പ് ആഡ് ചെയ്യാൻ പറയാൻ മറന്നുപോയി. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് മിക്സ് ചെയ്യുക, കുക്ക് ചെയ്യുക. അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റ് മതിയാവും. ഇപ്പം പുളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് തിളച്ച വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ടാണ് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ തിലാപ്പിയാണ് ഉണ്ടാക്കുന്നത്. തിലാപ്പിയ പീസസ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കും. പുളി ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ ആഡ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഒരു 5 മിനിറ്റ് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ അത് മറിച്ചിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കനാനക്കി കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഡ്രൈ ഫിഷ് റെഡി ആയിട്ടുണ്ടാവും. ഒരുപാട് ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ച് ഗ്രേവി ഉള്ള ഇഷ്ടം, അതുകൊണ്ട് അധികം ഡ്രൈ ആക്കി കൊടുക്കുന്നില്ല. ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സൂക്ഷിച്ചാണ് തിരിച്ചിടാൻ. മീൻ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. പെട്ടെന്ന് വേവുന്ന മീനാണുള്ളതൊക്കെ. അതൊക്കെ ഒന്ന് മറിച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. വാളംപുളി ആയതുകൊണ്ട് വേറൊരു ടേസ്റ്റാണ്. കുടംപുളിയുടെ പോലത്തെ ഒരു ടേസ്റ്റല്ല, പക്ഷെ നല്ലതാണ്.
ഇത് വൈറ്റ് റൈസിൻ്റെയൊക്കെ കൂടെ കൂടുതൽ നല്ല രുചിയാണ് കഴിക്കാൻ. രണ്ട് വർഷം എന്ത് വന്നിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില മുകളിലിട്ടത് ഒരു സ്പെഷ്യൽ ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.